ജി സുധാകരൻ പാണക്കാട്ടെത്തി സാദിഖ് അലി തങ്ങളെ നേരിട്ട് കണ്ടു. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി. അരുൺ, തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നേതാക്കളൊക്കെ പാണക്കാട്ടെത്തി അവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രത്യേകതകളുണ്ട്. ജി സുധാകരൻ കുഞ്ഞാലിക്കുട്ടിയെ ഷോൾ അണിയിക്കുന്നു, സാദിഖ് അലി തങ്ങൾക്കൊപ്പം നിൽക്കുന്നു. ആ ദൃശ്യങ്ങൾക്ക് വലിയ പ്രത്യേകതയുണ്ടല്ലോ. തീർച്ചയായും ശ്രീജ, വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ അവസരത്തിലുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടതും. എന്തായാലും നിയുക്ത അമ്പലപ്പുഴ MLA ജി സുധാകരൻ അല്പസമയം മുമ്പാണ് പാണക്കാട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുടെ വസതിയിലേക്ക് എത്തുന്നത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ ഈ വിജയത്തിനുള്ള ഒരു നന്ദി സൂചകം എന്ന് കൂടി വിശേഷിപ്പിക്കാം നമുക്ക്. കാരണം അത്തരത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെ പ്രവർത്തനം അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ജി സുധാകരൻ UDF-മായി സഹകരിക്കാൻ തുടങ്ങുന്നു. ലീഗ് നേതാക്കളെ പ്രശംസിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നാലെ ആണ് നേരത്തെ വെള്ളാപ്പള്ളി നടേശനുമായി ഒക്കെ നടത്തിയ ചർച്ച അത്തരത്തിൽ പ്രസക്തി നേടുന്നത്. പിന്നാലെയാണ് ലീഗിൻ നേതാക്കളെ വന്ന് കാണുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. ലീഗ് പ്രത്യേകിച്ചും ഈ മുഖ്യമന്ത്രി ചർച്ചകളിലൊക്കെ വ്യക്തമായ ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് അതിനായുള്ള ഒരു കാത്തിരിപ്പിൽ തുടരുന്ന ഒരു സമയം കൂടിയാണ്. വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തിൽ വലിയ നിർണായകമായ ഒരു കാത്തിരിപ്പിൻ്റെ സമയത്ത് കൂടിയാണ് എന്തായാലും ജി സുധാകരൻ കൂടി ലീഗ് നേതാക്കളെ കാണാനെത്തുന്നത്. തുടർച്ചയായി തന്നെ ഇത്തരത്തിൽ സന്ദർശനങ്ങൾ ഇവിടെ പതിവാകുന്നു. പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിലേക്ക് സന്ദർശനങ്ങൾ തുടർക്കഥയാവുന്ന സാഹചര്യമുണ്ടാണ്. അതിലേക്ക് ഒടുവിലത്തെ ഉദാഹരണമായി ജി സുധാകരൻ നിയുക്ത അമ്പലപ്പുഴ MLA കൂടി എത്തുന്നു എന്നുള്ളതാണ്. ശ്രീജ, അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ അരുൺ. എന്നും ലീഗിന്റെ എതിർപക്ഷത്ത് നിന്നിരുന്ന ജി സുധാകരൻ പാണക്കാട്ടെ ആ സെറ്റിയിൽ അങ്ങനെ ഇരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലൊരു അത്യപൂർവ നിമിഷമാണെന്ന് തന്നെ പറയണം. എന്നും പ്രതിപക്ഷത്തായിരുന്നു, അല്ലെങ്കിൽ എന്നും എതിർപക്ഷത്തായിരുന്നു ജി സുധാകരൻ ഉണ്ടായിരുന്നത്. ആ എതിർപക്ഷത്ത് നിന്ന് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-നൊപ്പം എത്തിയ ജി സുധാകരൻ ഇപ്പോഴിതാ പാണക്കാട്ടെത്തി കൊടപ്പനക്കൽ തറവാട്ടിലെ എത്തി സാദിഖ് അലി തങ്ങളെ കാണുന്നു. ഒപ്പം കുഞ്ഞാലിക്കുട്ടിയുണ്ട്, N ഷംസുദ്ദീനുണ്ട്, എല്ലാ ലീഗ് നേതാക്കളുമുണ്ട്. അങ്ങനെ UDF-നൊപ്പം നിന്ന് മത്സരിച്ച് ജയിച്ച ജി സുധാകരൻ UDF നേതാക്കൾക്കൊപ്പം ഇങ്ങനെ കാണുന്നതും കേരള രാഷ്ട്രീയത്തിലെ വളരെ വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്.